ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ക്ലൗഡ് മൈൻഡ് ഒഫീഷ്യൽ. നല്ല വലിയ ചെമ്മീൻ കിട്ടിയത് ഞാൻ വരുമ്പോൾ പണി കഴിഞ്ഞ് വരുമ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കുന്നത് കാണിച്ചാലോ എന്ന്. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാൻ മതിയാവും, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലാണ് ഞാൻ കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് കുക്കിംഗ് വീഡിയോ ഒന്നും എടുത്ത് പരിചയമില്ല, അറിയില്ല. അപ്പം ഞാൻ അറിയുന്ന പോലെ പറയണേ. അപ്പം ആദ്യം ഒരു പാൻ എടുത്ത് അതിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ പോയി, നല്ല സാധാ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് അരിഞ്ഞു വെച്ച 3 സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇതാണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്തിട്ട് വെക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ആദ്യം ഇട്ട് എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റി വരുമ്പോൾ ബാക്കിയുള്ള പച്ചമുളകും തക്കാളി, ഉള്ളി ഇതെല്ലാം ചേർന്ന്, കറിവേപ്പില ഇതെല്ലാം കൂടി ചേർന്ന് നന്നായിട്ട് ഇളക്കി. ഇതിലേക്ക് ഞാൻ 3 സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അത് ഓരോരുത്തർക്ക് സ്പൈസി ടൈപ്പാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് മുളക് പൊടി എത്ര വേണേൽ ഇടാം. അതല്ല, ഇവിടെ മുളക് പൊടി കുറച്ച് എരിവ് കുറവാണ് ഇവിടുത്തെ മുളക് പൊടിക്ക്, അതുകൊണ്ടാണ് ഞാൻ 3 സ്പൂൺ ഇടുന്നത്. ഇവിടെ അത്യാവശ്യം സ്പൈസി വേണം. അതിലേക്ക് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി എടുത്ത്, പിന്നെ ആവശ്യത്തിന് ഉപ്പാണ് നമ്മൾ ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ചെയ്യുന്നത്. കുറേ കാലങ്ങൾക്ക് ശേഷം ഇവിടെ ഇത്രയും വലിപ്പമുള്ള ചെമ്മീൻ കിട്ടുന്നത്. അപ്പോൾ ഇന്ന് പണി കഴിഞ്ഞ് വരുമ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോൾ കുറച്ച് വാങ്ങി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് വഴറ്റി വരുമ്പോൾ 1/2 ഗ്ലാസ് വെള്ളം, അത് മാത്രമേ 1/2 ഗ്ലാസ് വെള്ളം തന്നെ വേണം, നല്ലൊരു 1/4 ഗ്ലാസ്സിന് മേലുള്ള വെള്ളം അതും കൂടി അതിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് ഒന്നും കൂടി എല്ലാം കൂടി വഴറ്റും. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വേറൊരു പാനിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പം കുറച്ച് മുളക് പൊടി, അതിൻ്റെ കൂടെ നമ്മൾ പിന്നെ കുറച്ച് ചിക്കൻ മസാലേൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. കൂടെ കുറച്ച് ഗരം മസാലയും, ചിക്കൻ മസാല കുറച്ച് ഉള്ളത് മീൻസ് 1/2 സ്പൂണ് ചേർത്തു. 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗരം മസാല ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് 3ഉം കൂടി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മളെ ചെമ്മീൻ തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ.
നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ എന്ത് ചെയ്യുക, അത് വഴറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു സ്മെല്ല് വരും, താനെ വരുമല്ലോ, പച്ചമണം മാറിക്കഴിയുള്ള സ്മെല്ല് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നിട്ട് എന്ത് ചെയ്യുക, അത് നമ്മൾ ഈ തിളയ്ക്കുമ്പോൾ ചെമ്മീനിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പം തന്നെ അതിൻ്റെ കളറ് മാറി ബ്രൗൺ കളറാവും. അത് വേറെ റെഡായിരുന്നു കളറ്, പിന്നെ അത് മാറി ബ്രൗൺ കളർ വരുന്നുണ്ട്, കണ്ടോ? ഇതാണ് ഞാൻ എക്സ്ട്രാ ചേർക്കാറ്, ഇത് മാത്രമേ എക്സ്ട്രാ ചേർക്കാറുള്ളൂ ഇതിൽ. എന്നിട്ട് ഇതെല്ലാം കൂടി എല്ലാം മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചൊരു 15 മിനിറ്റ് 20 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഫോണിൻ്റെ ക്ലാരിറ്റി കുറവ്